6 മാസം കൂടി കഴിഞ്ഞതോടെ കല്ലിമോളുടെ 4ാം പിറന്നാളെത്തി. ബർത്ത്ഡേ ആഘോഷമായി നന്ദനും മയിലും ജാനകിയമ്മയും കൂടി നടത്തി. ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരെയും പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു. മോളെ LKG ചേർക്കണം. അതേ നന്ദ, നമുക്ക് നാളെ പോയി അഡ്മിഷൻ എടുക്കാം. രാത്രിയിൽ നന്ദനോടൊട്ടി മയിൽ കിടന്നു. ആ സമയത്താണ് അവൻ മോളുടെ സ്കൂൾ വിഷയം എടുത്തിട്ടത്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കൊഴിഞ്ഞു പോയത് അല്ലേ നന്ദ? മയിലിന് ആശ്ചര്യമായി. നന്ദനോട് ചേർന്ന് തുടങ്ങിയതോടെ വർഷങ്ങൾ പോയത് അറിഞ്ഞില്ല. നമുക്കിടയിൽ പ്രണയം നിൽക്കുന്നതുകൊണ്ടാ നന്ദ വർഷങ്ങൾ കടന്നു പോകുന്നത് അറിയാത്തത്. അതേ നന്ദ, ഒരു പക്ഷേ നന്ദൻ കൂടെയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മയില് ഈ നിലയിൽ എത്തില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. ഒരു ജന്മം മുഴുവനായും അവനോട് കടപ്പെട്ടിരിക്കുക. അവൾ അരുമയോടെ അവന്റെ കവിളിൽ ചുംബിച്ചു. അടുത്ത ദിവസം അമ്മയോട് പറഞ്ഞിട്ട് കല്ലുമോളുമായി അവർ സ്കൂളിലേക്ക് പോയി. അഡ്മിഷൻ തരപ്പെടുത്തി. മോൾക്ക് സ്കൂളിൽ പോകാനുള്ള ബാഗും ബോക്സും ഷൂവും കുടയും ആവശ്യമായതെല്ലാം വാങ്ങി തിരികെ മടങ്ങിയെത്തി. 1 മാസം കഴിഞ്ഞതോടെ കല്ലുമോള് സ്കൂളിൽ പോയി തുടങ്ങി. രാവിലെ നന്ദൻ കാറിൽ സ്കൂളിൽ മോളെ കൊണ്ടുവിട്ടിട്ടാണ് കോളേജിലേക്ക് പോകും. വൈകുന്നേരം മയില് സ്കൂളിൽ തിരിച്ചു കൊണ്ടുവരും. നമുക്ക് മോളെ സ്കൂൾ ബസ്സിൽ അയച്ചാലോ നന്ദ? ഒരു ദിവസം വൈകുന്നേരം അവൾ നന്ദന്റെ അഭിപ്രായം തേടി. 1 വർഷം ഇങ്ങനെ പോട്ടെ മയിലേ, മോക്ക് എല്ലാവരും ഒന്ന് പരിചയമാവട്ടെ. നിനക്കൊരു ജോലി കിട്ടിപ്പോയി തുടങ്ങിയ മറ്റു വഴി ആലോചിക്കാം. അതാണ് നല്ലതെന്ന് മയിലിനും തോന്നി. അവൾ PSC എക്സാമിനൊക്കെ അപേക്ഷിച്ചു തുടങ്ങി. എക്സാമിനും പ്രിപ്പയർ ചെയ്തു. എല്ലാം നന്ദന്റെ തീരുമാനപ്രകാരമായിരുന്നു. എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല നന്ദ ജോലി കിട്ടുമെന്ന്. അതിന് ഗവൺമെന്റ് ജോബ് തന്നെ വേണമെന്നും ഇല്ല മയിലേ, ഏതെങ്കിലും നല്ല പ്രൈവറ്റ് ജോബായാലും മതി. പിന്നെ PSCക്ക് അപേക്ഷിക്കാതിരിക്കണ്ട. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുകയെന്ന് അറിയില്ല. മുകളിൽ മറുപടി ഒതുക്കി. പിന്നെയും 1 വർഷം കൂടി കടന്നുപോയി. കല്ലുമോള് LKGയിൽ നിന്നും UKGയിലായി. അന്നൊരു രാത്രി തകർത്തു പെയ്യുന്ന മഴയിൽ ഒരേ കുടക്കീഴിൽ മയിലും നന്ദനും ഒന്നായ നിമിഷം അവൻ അവളിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് മാറാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവന് വരിഞ്ഞു മുറുക്കി. എവിടെ എഴുന്നേറ്റ് പോവാ? അടങ്ങിക്കിടക്കട അവിടെ. നന്ദന്റെ കതിൽ പ്രണയത്തോടെ മയിൽ മുരണ്ടു. എടി വിടടി പെണ്ണേ, അങ്ങനെ നിന്നെ ഇനി വിടുന്നില്ല. ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുക്കും. സ്ഥലാകും മുമ്പ് ഇറങ്ങും. ഇനി ആ പരിപാടി നടക്കില്ല. ചിരിയോടെ അവന് വീണ്ടും വരിഞ്ഞു മുറുക്കി. നന്ദൻ തളർച്ചയോടെ അവളിലേക്ക് അണച്ചു വീണു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണതോടെ മയില് പിടി അയച്ചു. അവൻ അവളിൽ നിന്നും എഴുന്നേറ്റ് മലർന്നു കിടന്നു. പതിവ് പോലെ അവനിലേക്ക് കാലെടുത്ത് വെച്ച് വിരിഞ്ഞ മാറിൽ തല ചായച്ചു കിടന്നു. എന്നോട് ദേഷ്യമുണ്ടോ നന്ദ? എന്തിന്? എനിക്ക് കുഞ്ഞുവാവെ വേണം നന്ദ, അതാ ഞാനിങ്ങനെ. ഒന്ന് നിർത്തിയിട്ട് അവൾ ഏങ്ങിലടിച്ച് കരഞ്ഞു. നന്ദന് നെഞ്ചൊന്ന് നീറിപ്പിടഞ്ഞു. കരയാതെടി പെണ്ണേ, അരുമയോടെ മയിലിനെ തഴുകി. എനിക്ക് നിന്നെ മനസ്സിലാവൂടി. മയിലിന് അത്ര മാത്രം മതിയായിരുന്നു സങ്കടം മാറാനായി. കണ്ണിനെ തുടച്ച് അവൾ പുഞ്ചിരിച്ചു. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. നന്ദനും മയിലും കല്ലുമോളും ജാനകിയമ്മയും എല്ലാം വീട്ടിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന സമയത്ത് നന്ദൻ മയിലിന്റെ ജോലിക്കാര്യം എടുത്തിട്ടത്. അമ്മയുടെ അഭിപ്രായം എന്താ? അവന്റെ കണ്ണുകൾ ജാനകിയമ്മയിലായിരുന്നു. അമ്മയുടെ അഭിപ്രായം കൂടി അറിയണമെന്ന് നന്ദന് നിർബന്ധമുണ്ട്. പിന്നെ ഇത്രയും പഠിച്ചവളല്ലേ, ജോലിക്ക് വിടണ്ടേ? അടുക്കളയിൽ മാത്രം ഒതുക്കി തീർക്കാൻ പറ്റുകയല്ല. മയില് അമ്മയെ ദയനീയമായി നോക്കി. ഞാൻ കൂടി പോയാ അമ്മ ഒറ്റയ്ക്കാവില്ലേ? പിന്നെ കല്ലുമോളും. മയിലിന്റെ വാക്കുകൾ അവരുടെ മനസ്സ് നിറച്ചു. സ്നേഹവും അലവും കരുതലുമുള്ളവൾ. അതൊന്നോർത്ത് അമ്മയുടെ മോള് വിഷമിക്കണ്ട. കല്ലുമോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതോടെ മയിലിന്റെ മുന്നിലെ ഏക വഴി അടഞ്ഞു. നന്ദൻ അവളെ നോക്കി ചിരിച്ചതും അവൾ ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂട്ടി കോഷ്ടി കാണിച്ചു. പോടാ. അമ്മ കേൾക്കാതെ എന്നാൽ അവന് മനസ്സിലാവുന്ന രീതിയിൽ പിറുപിറുത്തു.
മയിലിന്റെ ശ്വാസത്തിൽ ജോലിയേക്കാൾ കുഞ്ഞാവ് വേണമെന്നാണെന്ന് നന്ദന് മനസ്സിലായി. അവന്റെ ജീവാംശത്തിലൊരു തുടിപ്പിനെ തന്നിലേറ്റാൻ ഒരുപാട് കൊതിച്ചു. ഒപ്പം കല്ലുമുൾക്കൊരു കൂട്ടും. അതാണ് അവള് ഗവൺമെന്റ് ജോബ് വിട്ട് മറ്റൊന്നും മനസ്സിൽ കണ്ടത്. 2-3 ദിവസങ്ങൾക്ക് ശേഷം നന്ദൻ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. മയിലെ, ജോബ് ശരിയായിട്ടുണ്ട്. നന്ദൻ അവളെ തന്നിലേക്ക് അണച്ചു. അവളുടെ മുഖം വാടിയിരുന്നു. നോക്കു പെണ്ണെ, നീ എനിക്ക് വാക്ക് തന്നതാ. സങ്കടത്താൽ മയിലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അറിയാൻ നന്ദ, നിനക്കായി മാറ്റിവെച്ചതാ എൻ്റെ ഈ ജന്മം. എല്ലാം സന്തോഷത്തോടെ അനുസരിക്കാം. എനിക്കൊരു കുഞ്ഞാവെ വേണം. അവന്റെ മാറിലേക്ക് വിങ്ങിപ്പൊട്ടി മുഖാമർത്തി കരഞ്ഞു. അതവനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. നോക്കുമയില്ലേ, നമുക്ക് കല്ലുമുൾ പോരേടി. നമ്മുടെ സ്നേഹം പകുത്ത് മറ്റൊരു കുഞ്ഞിന് കൂടി കൊടുക്കണം. നമുക്ക് കൊതി തീരുവോളം സ്നേഹിക്കാനും താലോലിക്കാനും നമ്മുടെ കുഞ്ഞ് തന്നെ ധാരാളല്ലേ. പറ്റില്ല നന്ദ, ഈ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. മയിലിന് മനസ്സിലാവും അവനെ. കല്ലുവിനെ അത്രയേറെ ഇഷ്ടമാണ് നന്ദനെ. പക്ഷേ നന്ദനിൽ നിന്നൊരു കുഞ്ഞിനെ അവൾ അത്രയേറെ കൊതിക്കുന്നുണ്ട്. ഒപ്പം കല്ലുമോൾക്കൊരു കൂടപ്പുറപ്പിനെയും. മയില്, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇല്ല നന്ദ, ഒരിക്കലും ഇല്ല. കല്ലുമോളോടുള്ള അമിതമായ സ്നേഹത്താല നീ ഇത് പറഞ്ഞത് എനിക്കറിയാം. നിന്റെ ഉള്ളിലും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിനെ കൂടി. കല്ലുമോൾക്കൊരു കൂട്ട് വേണമെന്ന്. ശരിയല്ലേ നന്ദ ഞാൻ പറഞ്ഞത്? മയിൽ പറയുന്നത് 100% ശരിയാണ്. കല്ലുമോൾക്കൊരു കൂടപ്പിറപ്പിനെ വേണം. താനൊറ്റയ്ക്ക് ജീവിച്ചതുപോലെ ആകരുത് മോളുടെ ജീവിതമെന്ന് അവന് നിർബന്ധമുണ്ട്. അത് മനസ്സിലാക്കിയാണ് അവൻ സംസാരിച്ചതും. ശരി മയിലെ, സമ്മതിക്കുന്നു. കല്ലുമോൾക്ക് കുഞ്ഞാവെ കൊടുക്കും മുമ്പേ നീ ജോലിക്ക് കയറണം. നിന്നെ നീയായി കാണാത്ത മനുവിനും ജയനും നിന്റെ കൈന്റെ കരുത്ത് അറിയിക്കണം. സമ്മതാണോ? നന്ദൻ അവസരത്തിനൊത്തു ഉയർന്നു. ഡി മയിലെ, 2 കൊടുക്കിടിന്ന് പറഞ്ഞ പോരെ നന്ദ. നിനക്കായി ഞാൻ ചെയ്തിരിക്കും. എന്റെ വാക്ക്. മതി, ഇത്രയും കേൾക്കാൻ മാത്രമാണ് കാത്തിരുന്നത്. വെറുതെ പറഞ്ഞ പിന്നെ അതിനൊരു കരുത്തുണ്ടാവില്ലെന്നറിയാം. അറിഞ്ഞു വേണം കൊടുക്കാൻ. പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിക്കാത്തവൻ അവളിലെ തീയുടെ കരുത്തറിയണം. എങ്കിൽ നാളെ മുതൽ ജോബിന് കയറിക്കോളൂ. നമ്മുടെ പൊന്നുമോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട്. സത്യമാണോ നന്ദാ? മയിലിന്റെ മുഖം സന്തോഷത്താൽ തിളങ്ങി. എന്റെ പ്രാണനാണ്. വാക്കുകൾ മുഴുവിപ്പിക്കും മുമ്പേ അവളുടെ അതിരങ്ങൾ അവന്റെ ചുണ്ടിനെ കവർന്നെടുത്തിരുന്നു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.